നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് തെന്നിന്ത്യ മുഴുവൻ ആരാധകരെ സ്വന്തമാക്കിയ നടിയായിരുന്നു മധു. റോജ എന്ന സിനിമയിലൂടെയാണ് മധുവിനെ ഇന്നും ആരാധകർ ഓർക്കുന്നത്. തുടരെ ഹിറ്റ് സിനിമകൾ ലഭിച്ച മധു ഭാഗ്യ നായികയായും അറിയപ്പെട്ടു. റോജ, ജെന്റിൽമാൻ തുടങ്ങി റോജ അഭിനയിച്ച സിനിമകളെല്ലാം തുടരെ ഹിറ്റായി. വിവാഹശേഷമാണ് മധു അഭിനയ രംഗത്ത് നിന്നും ഇടവേള എടുത്തത്. 1999 ബിസിനസ്സുകാരൻ ആനന്ദ് ഷായെ വിവാഹം ചെയ്ത മധു വിവാഹ ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകി. നടി ജൂഹി ചൗളയുടെ ഭർത്താവായ ജയ് മെഹ്തയുടെ കസിനാണ് ആനന്ദ് ഷാ. 2008 മധു അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത്. ഇന്ന് സിനിമകളിൽ മധു സജീവമാണ്. ചെറുപ്രായത്തിൽ അമ്മ മരിച്ച മധു അച്ഛൻ്റെ സംരക്ഷണയിലാണ് വളർന്നത്. ഇപ്പോഴിതാ സിനിമാ രംഗത്തെ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മധു. അമ്മ മരിച്ചെങ്കിലും അമ്മയുടെ കരുതൽ തനിക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നെന്ന് മധു പറയുന്നു. ഇതിന് ഉദാഹരണവും മധു ചൂണ്ടിക്കാട്ടി. മദ്യപിച്ചാൽ സിനിമാ സൗഹൃദ വലയങ്ങളിൽ സ്വീകാര്യത ലഭിക്കുമെന്ന് ഞാൻ കരുതി. കൂളായി തോന്നാൻ വേണ്ടി ഞാൻ മദ്യപിച്ചു. ചെറുപ്പക്കാരിയായി പ്രതിരോധിക്കാൻ പറ്റാത്ത ഞാൻ അപകടത്തിൽപ്പെട്ടേനെ. പക്ഷെ ഇന്ന് വരെയും മോശമായ ഒരു അനുഭവവും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടോ അതെല്ലാം സാധിച്ചു. ഒന്നും അറിയാതെയാണ് ജീവിതത്തിൽ എനിക്കെല്ലാം ലഭിച്ചത്. അതിന് കാരണം മരിച്ചുപോയ അമ്മയുടെ സാന്നിധ്യമുള്ളതാണ്. ഞാൻ ഗോഡ്സ് ചൈൽഡാണ് എന്ന് ഒരാൾ മുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. വീണ്ടും അഭിനയിക്കണമെന്ന് എനിക്ക് തോന്നി. PR ഇല്ലാതിരുന്നിട്ടും വീണ്ടും അഭിനയിക്കാനായി. എല്ലാ സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെട്ടെന്ന് മധു വ്യക്തമാക്കി. താൻ മദ്യപിക്കുന്ന കാര്യം മറച്ചു വെച്ചിട്ടില്ലെന്നും മധു പറയുന്നു. അക്കാലത്ത് സിനിമാ താരങ്ങൾ മദ്യപിക്കും, പക്ഷേ സ്വീകാര്യമായിട്ടായിരുന്നു. പുറത്തേക്ക് വരുമ്പോൾ സാരി ധരിച്ച് അമ്മയ്ക്കൊപ്പമായിരുന്നു. നായകന്മാർക്ക് ഒരു ഇമേജും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചത് ചെറുപ്പമാണ്, നൈറ്റ് ക്ലബ്ബിൽ പോകണം, ബെഡ്റൂമിലിരുന്ന് മദ്യപിക്കാതെ സംഗീതം കേട്ട് കുടിക്കണം എന്നാണ്. മുംബൈയിലെ നൈറ്റ് ക്ലബ്ബുകളിൽ പോയി ഞാൻ മദ്യപിച്ചു, ഡാൻസ് ചെയ്തു. ആളുകൾ കാണുന്നുണ്ടെന്നത് കാര്യമാക്കിയില്ല. പൊതുജനത്തിനിടയിൽ താനൊരു വൈൽഡ് ഗേൾ ആണെന്ന് പ്രതിച്ഛായ വന്നു. പക്ഷെ ഞാൻ സത്യസന്ധമായി ജീവിച്ചു. ഇന്ന് ഞാൻ മദ്യപിക്കാറില്ലെന്നും അത് വ്യക്തമാക്കി. കരിയറിലെ തിളക്കമേറിയ കാലത്ത് തനിക്ക് അഹങ്കാരമുണ്ടായിരുന്നെന്നും അത് തുറന്നു പറഞ്ഞു. ഞാനെന്ന ഭാവം വന്നു. അഭിമുഖങ്ങൾ നൽകിയില്ല. പിന്നീട് തൻ്റെ പിഴവുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തു വരുത്തിയെന്നും അത് വ്യക്തമാക്കി. അതേസമയം മണിരത്നത്തിന് തന്നോട് ദേഷ്യം തോന്നിയിരിക്കാമെന്നും റോജ പറയുന്നു. പോപ്പുലറായ ഒരു മാഗസിനിൽ എൻ്റെ അഭിമുഖം വന്നു. മണിരത്നമാണ് നിങ്ങളെ താരമാക്കിയെന്ന് അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ആരും ഒരാളെ താരമാക്കാൻ വേണ്ടി സിനിമ ചെയ്യില്ല. ഞാൻ ആ കഥാപാത്രത്തിന് അനുയോജ്യമായിരുന്നു എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ നന്നായി അഭിനയിച്ചു എന്നാണ്. പക്ഷേ മാഗസിനിൽ വന്ന തലക്കെട്ട് മണിസാറിനെ താരമാക്കിയില്ല എന്നാണ്. ഞാനെന്ന ഭാവം തനിക്കുണ്ടായിരുന്നു. ഞാൻ നിഷ്കളങ്കയായിരുന്നു. പക്ഷെ ദേഷ്യവും വേദനയും ഇൻസെക്യൂരിറ്റിയും പ്രകടിപ്പിച്ചു. ഒരു മതിൽ പണിതു ഞാനെന്ന ഭാവമായി. ഇത് ആളുകളെ നീരസപ്പെടുത്തി. അതുകൊണ്ട് തനിക്ക് നല്ല സൗഹൃദമുണ്ടായില്ല. പല സിനിമകളിലും തന്നെ നായികയായി വീണ്ടും വിളിച്ചില്ലെന്നും അത് തുറന്നു പറഞ്ഞു. റോജയുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മണിരത്നത്തിന് നൽകേണ്ടതായിരുന്നു. മണിസാർ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്ന മനോഭാവമായിരുന്നെന്നും റോജ വ്യക്തമാക്കി. താൻ അഹങ്കാരിയാണെന്ന ധാരണ സിനിമാ ലോകത്ത് ഉണ്ടായിട്ടുണ്ടെന്നും അത് തുറന്നു പറഞ്ഞു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.